ഞാൻ പോയി ആരെങ്കിലും ഉണ്ടോ നോക്കിട്ട് വരാം. ടാക്സിക്കാരൊക്കെ രാവിലെ തന്നെ എത്തൂലേ? ആ സമയത്ത് ബുദ്ധിമുട്ടാകരുത്. ഇല്ല. അതായത് പോയിക്കോ. പനിക്കൊരു വാർപ്പ് തന്നില്ല. തന്നില്ലേ? ഇല്ല, ഞാൻ വരാം. എനിക്ക് നേരത്തെ അറിയാതെ അയാൾ തരില്ലാന്ന്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ. കഴിവറ മോളെ ഇവരെന്റെ മോളുടെ തൊട്ടുപോയത്. ഇവരെന്റെ മോളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയാ തന്റെ മോളെ. അതിന് ഇവരെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. തന്റെ മോൾക്ക് കൂടി ഇഷ്ടമുണ്ടായിട്ടില്ല അവൾ അറിയിപ്പോന്നെ. ഇക്കണക്കിന് വേറെ എന്തൊക്കെ നടന്നിട്ടുണ്ടെന്ന് ആർക്കറിയാം. കുറുപ്പേട്ട, കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല. അത് ശരിയാ. അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ. ഇവള് കെട്ടിത്തൂക്കി ചത്താലും ശരി, ഈ പിഴച്ചവന് ഞാൻ കൊടുക്കൂല. ഇവൻ ആരാന്നറിയോ നിങ്ങൾക്ക്? വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ നാണപ്പൻ ഗർഭിണിയായ മകളെ കൂടി നാട്ടിൽ വന്നപ്പോ കേറിക്കിടക്കാൻ ഇടം കൊടുത്ത് എന്റെ അച്ഛനാ. കട നടത്താൻ മുറി കൊടുത്തത് ഞങ്ങളുടെ ഘട്ടത്തിലാ, മനുഷ്യത്വം വിചാരിച്ച്. എന്നിട്ടിപ്പോ അവസാനം അവൻ ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മാനം ചരക്കാൻ തുടങ്ങി. ഇവനെ ജനിപ്പിച്ച തന്റെ ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല. അറിയാമെങ്കിൽ പറയണ പിഴച്ചുണ്ടായ സ്വന്തതി. തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുവോ? പറയേ. ആദ്യം നിന്റെ അച്ഛനാരാന്ന് കണ്ടുപിടിക്കും, എന്നിട്ട് പെണ്ണി ചോദിക്കണ തന്തയില്ലാത്തോനെ. ശരിയാക്കി തരാം. പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ ഒരു കരച്ചിലായിരുന്നു നമ്മുടെ മറുപടി. പക്ഷെ ഇന്ന് ഒരു ഗ്രാമം മുഴുവൻ നോക്കി നിൽക്കുക. എന്നെ തന്തയില്ലാത്തൊന്ന് വിളിച്ച് ഇതിലും വേഗം ജനിച്ചപ്പോ തന്നെ എന്നെ കൊല്ലായിരുന്നില്ല അമ്മ. എല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ. എല്ലാം. പറയാൻ വയ്യെങ്കിൽ വേണ്ടമേ. ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ ഈ അപമാനം പേറി ഒരു പിഴച്ചുപെട്ട സ്വന്തതയെ ജീവിച്ചോളാം. നൊന്ത് പെറ്റ് താലോലിച്ചു വളർത്തി എന്നേക്കാൾ അമ്മയ്ക്ക് വലുത് അമ്മയുടെ സ്വാർത്ഥമാണല്ലോ. അമ്മ കരയരുത്. എനിക്ക് അച്ഛനില്ലെന്നല്ലേ ഉള്ളൂ, അമ്മയുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമ്മ വിട്ടു പോവില്ല. അങ്ങനെ പോയ ഈ ലോകത്ത് എനിക്കിത് വേറെ ആരും ഉണ്ടാവില്ല. എന്നാലും ഒരാഗ്രഹം, എനിക്ക് ജന്മം നൽകിയ ആ മനുഷ്യന്റെ പേരൊന്നറിയാൻ.
അപ്പനെ അപമാനിക്കില്ലെന്ന് അമ്മയ്ക്ക് സത്യം ചെയ്തു തരണം. ഇല്ല, സത്യം. ഇവിടെ ആവുമ്പോ പോലീസിന് പെട്ടെന്ന് സംശയം ഉണ്ടാവില്ല. പിന്നെ ഞാനിവിടെ ഉണ്ടെന്ന് ഗോപിയോടും വർഗീസ് സാറിനോടൊന്ന് പറയണം. ശരി തമ്പ്ര. ഇപ്പോഴല്ല, നാളെ. തമ്പ്ര, 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 പോലീസ് നാട് നീളെ തരുന്നുണ്ട്. തമ്പ്രാൻ കുറച്ചു ദിവസത്തേക്ക് പുറത്തേക്കൊന്നും അറിഞ്ഞില്ലേ? മോളെ, തല പോയാലും തമ്പ്രാൻ ഇവിടെ ഉണ്ടെന്ന് ആരോടും പറയല്ലേ? അമ്മേ, അമ്മേ, പ്രസ് കോൺഫറൻസ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രോഗ്രാം? സാർ, സെന്റ് മേരീസ് ഓർഫനേജില് അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ, കേരള മുഖ്യൻ അഭിവാദ്യങ്ങൾ. എന്തിനാടോ തൊണ്ട കളയണത്? ഇതൊക്കെ ഇലക്ഷൻ എടുക്കുമ്പോ പോരെ? അങ്ങോട്ട് മാറി നിൽക്കുക. ഒന്ന് മാറൂ. അവിടെ നിൽക്കണോ? എനിക്ക് ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒന്നും പറയണ്ട. ആരാ? അതൊരു ചാക്യാരാ, അവശകലാകാരന്മാരുടെ പെൻഷന് വേണ്ടിയാ. ഓ, വരൂ. അപേക്ഷ അയച്ചിട്ട് കാലായി. ഇപ്പോ കൂത്തും കൂടിയാട്ടൊന്നും ആർക്കും വേണ്ടാലോ. വയസ്സുമായി. വീട്ടിലച്ഛ കഷ്ടത്തിലാണേ. എന്തെങ്കിലും പെൻഷൻ അനുവദിച്ച് കിട്ടിയാല്. സാങ്ഷൻ വിത്തിൻ 24 hours. യെസ് സാർ.
വിഷമിക്കണ്ട ശരി. ഓ. ആ തൽക്കാലം ദാ, ഇത് വെച്ചോളൂ. ആ എന്റെ പൊന്നു ചങ്ങാതി, വാർത്തയാക്കാനത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയൊന്നും അല്ല, തികച്ചും വ്യക്തിപരമാണ്. ഈ തുമ്മുന്നതും ചീറ്റുന്നതും ഒക്കെ വാർത്തയാക്കുന്നതാണ് പത്രധർമ്മം എന്ന് വിചാരിച്ചാൽ ഇപ്പൊ എന്താ ചെയ്യാ? ഞാനും കുറെ കാലം ഈ കയ്യിലും കുത്തി നടന്നതാണ്. എന്താ സാർ? അല്ല, മഴ പെയ്യാൻ സാധ്യതയുണ്ട് എന്ന് പറയായിരുന്നു. നമസ്കാരം. ആ അപ്പോ തുടങ്ങാം ഇല്ലേ നമ്പേരെ? ആ തുടങ്ങാം സാർ. തുടങ്ങിക്കോ. സമ്പൂർണ്ണ മദ്യനിരോധനത്തെ സംബന്ധിച്ച് അങ്ങനെ അഭിപ്രായം എന്താണ്? സമ്പൂർണ്ണ മദ്യനിരോധനത്തെ പറ്റി നമ്പ്യാർക്കുള്ള പേടി എനിക്ക് മനസ്സിലാവും. കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും മദ്യപിക്കില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെന്തിനാ പ്രത്യേകിച്ചൊരു മദ്യനിരോധനം? മക്കൾ രാഷ്ട്രീയത്തെ പാർട്ടി അനുകൂലിക്കുന്നുണ്ടോ? ഇന്നാട്ടിലെ ഭൂരിപക്ഷം വരുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഞങ്ങളിൽ അർപ്പിച്ചിരിക്കുന്ന ഒരു വിശ്വാസമുണ്ട്. ഞങ്ങൾ അവരുടെ സേവകരാണ്, സമ്മതിദായകർ ഞങ്ങളുടെ യജമാനന്മാരാണ്. അല്ലാതെ അച്ഛൻ രാഷ്ട്രീയം മക്കൾ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞ് അധികാരം ധനസമ്പാദനത്തിനുള്ള മാർഗമാക്കുന്നവരോട് ഞങ്ങൾക്ക് യാതൊരു അനുഭവമില്ല. പാർട്ടിക്ക് ഒരു നയമുണ്ട്, ഒരു സിദ്ധാന്തമുണ്ട്, അതനുസരിച്ചേ ഞങ്ങൾ പ്രവർത്തിക്കൂ. ആദർശവാനാണെന്നും അഴിമതി ഇല്ലാത്തവനാണെന്നും എല്ലാ പത്രങ്ങളിലും അങ്ങയെക്കുറിച്ച് എഴുതുമ്പോൾ സ്വന്തം പാർട്ടിയിൽപ്പെട്ട ഒരു MLA തന്നെ അതിനെ നിഷേധിച്ച് പ്രസ്താവന ഇറക്കിയല്ലോ. ആഭാസനും തെമ്മാടിയുമായ ഒരു മകനെ തറവാട്ടിൽ നിന്ന് പരിയടച്ച് പിണ്ണം വെച്ചാൽ അവൻ പുറത്തിറങ്ങി കുടുംബക്കാരെ മുഴുവൻ ചീത്ത വിളിക്കുക എന്നുള്ളത് സാധാരണയാണ്. ആരൊക്കെ എന്തൊക്കെയാണെന്ന് ഇന്നാട്ടിലെ ജനങ്ങൾക്ക് വളരെ നന്നായിട്ടറിയാം. മറ്റൊരു പണിയും കിട്ടാതെ ഒരു സുപ്രഭാതത്തിൽ അലക്കിത്തേച്ച് കുപ്പായിട്ടോണ്ട് രാഷ്ട്രീയം കളിക്കാൻ ഇറങ്ങിയ നേതാവല്ല ഞാൻ. ആദർശങ്ങളുടെ പേരിൽ തല്ലുകൊണ്ട് തിരുത്ത പാടുകൾ ഇപ്പോഴുമുണ്ട് മുതുകില്. ജീവിതത്തിന്റെ നല്ല പ്രായത്തിൽ പാർട്ടിക്ക് വേണ്ടി ജയിലിൽ കിടന്നിട്ടുണ്ട്. പാർട്ടിയുടെ സൽപ്പേര് കളങ്കപ്പെടുത്തുന്നവൻ ആരായാലും ശരി, അവനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവും വേണ്ട. MLA എന്ന് പറഞ്ഞാൽ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നാണ്, അല്ലാതെ മാസ്റ്റർ ഓഫ് ലേഡീസ് ഏജൻസ് എന്നല്ല. അയാളുടെ ഒടുക്കത്തെ ഒരു പ്രസ്താവന പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും പോരാന്ന് ഇപ്പൊ പറഞ്ഞ് നാറ്റിക്കാൻ തുടങ്ങിയോ? പെൺവാണിഭം പോലും. ഇതൊന്നും ഇവിടെ ആരും ചെയ്യാത്തതുപോലെ. പാർട്ടി ടിക്കറ്റ് കിട്ടാൻ വേണ്ടി ഇവിടെ ഓരോരുത്തന്മാര് ഇതിനേക്കാൾ വലിയ നാറിയ മാങ്ങാപ്പണി ചെയ്തിരിക്കുന്നു. ഈ വക കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായി നടക്കുമെന്ന് വിചാരിച്ചാ ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നത് തന്നെ. അന്യ സംസ്ഥാനങ്ങളിൽ ഓരോ MLA-മാരുടെയും മന്ത്രിമാരുടെയും കാര്യങ്ങൾ കേൾക്കുമ്പോ കൊതിയാവുകയാ. സൂഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ചവര് എത്ര കോടികളും അമ്മ അടിച്ചു മാറ്റുന്നത് ആർക്കും ഒരു പരാതിയില്ല. നമ്മൾ ഇവിടെ ഇരുന്ന് വാദം ഒഴിച്ചിട്ട് ഒരു കാര്യവുമില്ല. മുഖ്യന് നാട്ടിന് നല്ല ഇമേജാ, ആദർശവാനാണെന്ന് പ്രതിപക്ഷം പോലും പരസ്യമായി സമ്മതിക്കുന്ന ആളാ. അയാളുടെ ഒരു ഇമേജും ആദർശവും അധികാര കസേരയിൽ ഞാൻ അയാളെ വലിച്ച് താഴേക്കിടും. അതിനുവേണ്ടി എന്ത് തറപ്പണി ചെയ്യാനും എനിക്ക് മടിയില്ല. നിങ്ങളൊക്കെ ഇത് അനുഭവിക്കണം. മുറച്ചിറക്കനായി ഞാൻ ഇവിടെ നിൽക്കുമ്പോ അവളെ വലിയ കൊമ്പത്ത് കെട്ടിക്കാൻ നോക്കിയതല്ലേ, അനുഭവിക്കണം. അമ്മ എന്റെ കല്യാണക്കാരി അമ്മാനോട് പറഞ്ഞപ്പോ അന്ന് അമ്മാൻ എന്താ പറഞ്ഞത്? ഞാൻ തെമ്മാടിയാണ്, കഞ്ചാവാണ്, ലാവിഷാണ്. അതിൽ വലിയ സത്യങ്ങളൊന്നുമില്ല. ആ ശരിയാ, ഞാൻ തെമ്മാടി തന്നെ. പക്ഷെ ലക്ഷ്മിയെ കെട്ടാൻ വരുന്നതിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ഈ കല്യാണം മുടങ്ങുമായിരുന്നു. ഇനി ഞാനോട് ഇവിടെ കൈയൊഴിഞ്ഞ ജീവിതകാലം മുഴുവൻ അവൾ ഇവിടെ മൂത്ത് വരച്ച് നിൽക്കേണ്ടി വരും. അത്രയ്ക്ക് നാറി കഥകളാണ് നാട് മുഴുവൻ പാട്ടായിരിക്കുന്നത്. അല്ലച്ചോ, ഇവൻ ആ കല്യാണം മുടക്കിയെന്ന് പറഞ്ഞാൽ കുറുപ്പ് കല്ല് തുള്ളി ഇറക്ക. അയാളുടെ കയ്യിൽ അങ്ങനെ കിട്ടിയ വെറുതെ വിടുന്നു തോന്നണ്ടോ? അവരിപ്പോ വീട്ടുകാർ മുഴുവൻ ഒന്നായി. എത്ര നാളെന്ന് വെച്ച് നീ അച്ഛനെ ബുദ്ധിമുട്ടിച്ചതിന് കഴിയാ? ബാർബർ കുമാർ ഒരു സുപ്രഭാതത്തിൽ മുഖ്യമന്ത്രി മോനാന്ന് പറഞ്ഞ നാട്ടുകാർ വിശ്വസിക്കുന്നു എനിക്ക് തോന്നണ്ടോ? ഈ വിവരം നമ്മൾ 3 പേരല്ലാതെ പുറത്താരും അറിയണ്ട. ഞാൻ ഏതായാലും അദ്ദേഹത്തെ കണ്ടൊന്ന് സംസാരിക്കട്ടെ. അങ്ങനെ ഒരു ബന്ധവും പറഞ്ഞ് ഇവിടെ വന്നാൽ അടിച്ചിറക്കുക വേണ്ടത്. തന്റെ ആങ്ങളെ ആയതുകൊണ്ട് തനിക്ക് വിഷമമുണ്ടാവും. പക്ഷെ എനിക്ക് ഇങ്ങനെ അളിയനെ വേണ്ട. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് അയാൾ കാട്ടിക്കൂട്ടുന്നത്. സർക്കാർ കാര്യങ്ങൾ നടത്തി കൊടുക്കാന്ന് പറഞ്ഞ അയാൾ പലരോടും പണം വാങ്ങാറുണ്ടത്രേ. എന്നെങ്കിലും ഒരു ദിവസം തെളിവ് എന്റെ കിട്ടും. ഇവളെ നിന്നോടല്ല, ഇവളെ കല്യാണം കഴിക്കാൻ പോയി ചെറുക്കന്റെ വീട്ടില് പെണ്ണിന്റെ അമ്മാവനാണെന്ന് പറഞ്ഞ് കയറി ചെല്ലുക, മൂക്കത്തും കള്ളു കുടിച്ച് അവിടെ തന്നെ കിടന്നുറങ്ങുക. ഇതിപ്പോ നാണക്കേട് എനിക്ക് ഉണ്ടാവാനുണ്ടോ? കള്ളിന് വേണ്ടി എന്ത് അലവകായത്തരവും കാണിക്കാൻ മടിയില്ലാത്ത ഒരളിയൻ.